വിമതനായി മത്സരിക്കുന്ന നേതാവിനെ CPM പുറത്താക്കിയിരിക്കുന്നു. അതായത് മൃഗീയ ഭൂരിപക്ഷം നിലവിലുണ്ടായിട്ടും നഷ്ടപ്പെടാൻ ഏറെ സാധ്യതയുണ്ടെന്ന് നേതൃത്വം തന്നെ ഉറപ്പിച്ച കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. തിരുവനന്തപുരം എങ്ങാനും കയ്യിന്ന് പോയാൽ പിറ്റേ ദിവസം കേരളത്തിൻ്റെ ഭരണം തന്നെ രാജിവെക്കുന്നതാണ് CPMന് നല്ലത്. അങ്ങനെയുള്ളിടത്താണ് CPM വിമത ശല്യത്തിൽ തകർന്നു നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭയിൽ CPMൻ്റെ വിമത സ്ഥാനാർത്ഥിയായ K. ശ്രീകണ്ഠനെയാണ് ഇന്ന് പാർട്ടി പുറത്താക്കിയത്. CPM ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗവും ദേശാഭിമാനിയുടെ തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫുമായ ശ്രീകണ്ഠനെയാണ് CPM പുറത്താക്കിയത് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് പുറത്തു പോകുന്നത്. ഉള്ളൂർ വാർഡിൽ ശ്രീകണ്ഠൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. വിമതനാകുകയും മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ തുറന്നടിക്കുകയും ചെയ്യുകയായിരുന്നു ശ്രീകണ്ഠൻ വിമതനായി മത്സരിക്കുകയും കടകംപള്ളിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് പാർട്ടി നടപടിയെടുത്തത്. CPM ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗമായ ശ്രീകണ്ഠൻ ദേശാഭിമാനിയുടെ തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫ് എന്നുള്ളതും അദ്ദേഹത്തിന് CPMനുള്ളിൽ നല്ല സ്വാധീനമുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നു. തെരഞ്ഞെടുപ്പിൽ വിമതനായി മത്സരിക്കുമെന്ന് ശ്രീകണ്ഠൻ വ്യക്തമാക്കിയതോടെ മറ്റു പലരും വിമത സ്ഥാനാർത്ഥിയായി വന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് CPMന് വെല്ലുവിളിയായി നിരവധി പേരാണ് ഇങ്ങനെ മത്സര രംഗത്തേക്ക് വരുന്നത്. അതോടെയാണ് എത്ര വലിയ നേതാവായാലും ഇനി നിർത്താൻ പാടില്ല എന്ന് തീരുമാനിച്ച് ശ്രീകണ്ഠനെതിരെ നടപടിയെടുക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനം നിലനിർത്താൻ ലക്ഷ്യമിടുന്ന LDFന് ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. ഇതുകൂടാതെ വിമതസ്വരമുയർത്തി 2 CPM പ്രാദേശിക നേതാക്കൾ കൂടി രംഗത്തെത്തിയിരിക്കുന്നു. അത് ശ്രീകണ്ഠനെ കണ്ടുകൊണ്ട് തന്നെയാണ്. ഉള്ളൂർ വാർഡിനെ കൂടാതെ ചെമ്പഴന്തി വാർഡിലും വാഴോട്ടുകോണം വാർഡിലുമാണ് വിമത നീക്കം ഇപ്പോൾ ഉള്ളത്. CPM ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകനും മുൻ ബ്രാഞ്ച് സെക്രട്ടറി KV മോഹനുമാണ് വിമതരായി മത്സരിക്കാൻ ഒരുങ്ങിയെത്തിയത്. സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെയാണ് വിമത സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് CPM പ്രാദേശിക നേതാക്കൾ ഇങ്ങനെ രംഗത്ത് വന്നത്. അതുകൂടാതെ ഈ ഉള്ളൂരിലും പാർട്ടി അംഗം തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായത് CPMന് പൊറുക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. ഏതായാലും പതിവിന് വിപരീതമായി ഇത്തവണ CPM എന്ന പാർട്ടിക്കുള്ളിൽ സ്ഥാനമോഹികൾ അച്ചടക്കത്തിൻ്റെ എല്ലാ അതിരുകളും ലംഘിച്ച് വിമതരാവുകയാണ്. സത്യത്തിൽ അതാ പാർട്ടിയോടുള്ള ധിക്കാരം എന്നതിലുപരി കള്ളക്കടത്തിനും മോഷണത്തിനും വേണ്ടി കമ്മ്യൂണിസത്തെ അടിയറവ് വെച്ച നേതൃത്വത്തിനെതിരെയുള്ള ഒരു പ്രതികാരമായാണ് ഇത് പ്രകടമാകുന്നത്.